ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സോളോ ലെവലിംഗ് സീസൺ 2 എപ്പിസോഡ് 8ന്റെ എക്സ്പ്ലനേഷൻ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഡീമൻ കാസ്റ്റിലെ രണ്ട് മാജിക്കൽ ബീസ്റ്റിനെ കൊന്ന സഞ്ജുവിങ്ങും മൂന്നാമത്തെ ബീസ്റ്റുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഞ്ജുവിങ് അതിനെ കൊല്ലാനായി ആഞ്ഞെടുത്തതും അത് നിലവിളിക്കാൻ തുടങ്ങി. സഞ്ജുവിങ് അതിന്റെ മുഖംമൂടി മാറ്റിയപ്പോൾ അതൊരു ഡീമൺ സ്ത്രീയായിരുന്നു. തന്നെ ഉപദ്രവിക്കില്ലെന്നും വെറുതെ വിടണമെന്നും അവർ കേണപേക്ഷിച്ചു. എന്നെ കൊല്ലാൻ വന്ന നിങ്ങളെ ഞാൻ എന്തർത്ഥത്തിലാണ് വിടേണ്ടതെന്നും നിന്റെ കൂട്ടാളികളെ മൊത്തം ഞാൻ കൊന്നില്ലേ എന്നും സഞ്ജുവിങ് ചോദിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, എന്നെ വെറുതെ വിട്ടാൽ അവർ സന്തോഷിച്ചോളൂ എന്ന് അവൾ പറയുന്നുണ്ട്. ആൾക്കൊരു അരപ്പിരി ലൂസാണെന്ന് സഞ്ജുവിങ് അപ്പൊ തന്നെ മനസ്സിലാക്കി. സഞ്ജുവിങ് തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോഴേക്കും അവൾ തന്റെ കത്തി എടുത്ത് സഞ്ജുവിനെ പുറകിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങുന്നത്. ഇതെല്ലാം മുൻകൂട്ടി കണ്ട കർഗലൻ അഥവാ നമ്മുടെ ഫാങ് അവളെ തടഞ്ഞു. എന്നെ വെറുതെ വിട്ടാൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് അവൾ സഞ്ജുവിനോട് പറഞ്ഞു. എങ്കിൽ എനിക്ക് അടുത്ത ഫ്ലോറിലേക്കുള്ള എൻട്രി പെർമിറ്റ് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് തരാമെന്നും തന്റെ കുടുംബമാണ് ഇപ്പോൾ പെർമിറ്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്നും അവൾ സഞ്ജുവിനോട് പറഞ്ഞു. ബൈ ദ വേ, ഈ ഡ്രീമൻ സ്ത്രീയുടെ പേര് യശിൽ എന്നാണ്. അങ്ങനെ പെർമിറ്റ് വാങ്ങാനായി യശിലിന്റെ കൊട്ടാരത്തിലേക്ക് സഞ്ജുവിനും കൂട്ടരും പുറപ്പെട്ടു. ഇതേ സമയം പുറത്ത് ഒരു നഗരത്തിൽ ഉറുമ്പിന്റെ രൂപത്തിലുള്ള പറക്കുന്ന ഭീമാകാരമായ ബീസ്റ്റുകൾ വന്ന് ആളുകളെ കൊല്ലുകയും നഗരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പ്രശ്നപരിഹാരത്തിനായി ഉടനടി തന്നെ ചെയർമാൻ ഗുൻഹുവിന്റെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്ത് സംഭവത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ പറക്കും ബീസ്റ്റുകളുടെ ഉത്ഭവം ജെജു ഐലൻഡിൽ നിന്നാണെന്ന് മനസ്സിലാക്കി. ഇവർക്ക് പറക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് ഇനിയും ഒരു അറ്റാക്ക് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് രാജ്യത്തെ എല്ലാ എസ്രാങ് ഹണ്ടേഴ്സിനെയും കൂട്ടിക്കൊണ്ട് നാലാമത്തെ ജെജു ഐലൻഡ് റൈഡ് മിഷന് തയ്യാറാകാൻ ചെയർമാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. സഹായത്തിനായി ഇവർ ജപ്പാനിലുള്ള ഗിൽഡ് മാസ്റ്റേഴ്സിനെ സമീപിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ സഞ്ജുവും യശിനും തന്റെ അച്ഛന്റെ കൊട്ടാരത്തിൽ നിൽക്കുന്ന സീനാണ് കാണിക്കുന്നത്. അടുത്ത ഫ്ലോറിലേക്കുള്ള പെർമിറ്റിന് വേണ്ടിയാണ് സഞ്ജുവിങ് ഇവിടെ വന്നിരിക്കുന്നത്. സഞ്ജുവിങ്ങിനെ കണ്ടതും യശിലിന്റെ അച്ഛൻ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. കാരണം സഞ്ജുവിങ്ങിന്റെ കൂടെയുള്ള സാഡോഷിനെ അയാൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. സഞ്ജുവിങ്ങിനെ നേരിടുന്നത് ബുദ്ധിയല്ലെന്ന് മനസ്സിലാക്കിയ അയാള് അടുത്ത ഫ്ലോറിലേക്ക് പോകാനുള്ള പെർമിറ്റുകൾ സഞ്ജുവിങ്ങിന് നൽകി. യശിലിനെ കൂടി തനിക്ക് വിട്ടുതരണമെന്ന് സഞ്ജുവിങ് അയാളോട് പറയുന്നുണ്ട്. ആദ്യമൊന്നും അതിന് വഴങ്ങിയില്ലെങ്കിലും തന്റെ മകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ധാരണയോടുകൂടി സഞ്ജുവും യശിലും അടുത്ത ഫ്ലോറിലേക്ക് നീങ്ങി. അങ്ങനെ ഓരോ ഫ്ലോറും ഒന്നൊന്നായി സഞ്ജുവിങ് കീഴടക്കിക്കൊണ്ടേയിരുന്നു. ഓരോ ഫ്ലോറും കഴിയും തോറും തങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഡീമൻസിന്റെ പവറും കൂടിക്കൊണ്ടേയിരുന്നു. പക്ഷെ എന്തു വന്നാലും താൻ ഡീമൻ കാസിൽ കീഴടക്കിയിട്ട് തിരിച്ചു പോകും എന്ന നിശ്ചയത്തിലാണ് സഞ്ജുവിങ്. കാരണം ഡീമൺ കാസ്റ്റിൽ കീഴടക്കിയാൽ മാത്രമേ തനിക്ക് എലിക്സർ ഓഫ് ലൈഫിന്റെ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നും അതുകൊണ്ട് മാത്രമേ തന്റെ അമ്മയെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ എന്നും സഞ്ജുവിന് നല്ല ബോധമുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജോയിന്റ് ഓഫീസിലെ സീനാണ്. രാജ്യത്തുള്ള എല്ലാ എസ്രാങ് ഹണ്ടേഴ്സിനോടും റെയ്ഡിന് ഒരുങ്ങാനുള്ള നിർദ്ദേശം ഓൾറെഡി എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞിരുന്നു. കൂടാതെ തന്നെ റെയ്ഡ് മിഷൻ ചർച്ച ചെയ്യാനായി ഗിൽഡ് മാസ്റ്റേഴ്സും വരുന്നുണ്ട്. അങ്ങനെ അവരുമായി ഒന്നിച്ചു ചേർന്ന് മീറ്റിംഗിനിരുന്നു. ഏഷ്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ഗിൽഡ് കമ്പനിയാണ് ഗോട്ടോ രുചിയുടെ നേതൃത്വത്തിലുള്ള ഡ്രോസോഡ് ഗിൽഡ്. 11 എസ്രാങ് ഹണ്ടേഴ്സ് ആണ് ഇവരുടെ കമ്പനിയിലുള്ളത്. ജപ്പാൻ ബേസ് ചെയ്താണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇവരുമായി ചേർന്നുകൊണ്ടാണ് ചെയർമാൻ ഗുൻഹി ജെജു ഐലൻഡ് റൈഡ് മിഷൻ പ്ലാൻ ചെയ്യുന്നത്. താനും കൂടെ ചേർന്ന് തങ്ങളുടെ കൂട്ടത്തിലുള്ള 10 എസ്രാങ് ഹണ്ടേഴ്സും ഈ റൈഡിൽ പങ്കെടുക്കുമെന്ന് ഗോട്ടോ ചെയർമാൻ ഗുൻഹിക്ക് വാക്കുകൊടുത്തു. അങ്ങനെ ബാറ്റിൽ പ്ലാൻ എല്ലാം ചർച്ച ചെയ്ത് റൈഡ് ചെയ്യാനുള്ള സമയവും തീയതിയും തീരുമാനിച്ചു. ഇതേ സമയം അങ്ങ് ഡീമൺ കാസ്റ്റിലിൽ 99 ഫ്ലോറും കീഴടക്കി 100ാമത്തെ ഫ്ലോറിൽ എത്തി നിൽക്കുകയായിരുന്നു നമ്മുടെ സഞ്ജുവിന്. അപ്പോഴാണ് അവിടേക്ക് ഡ്രാഗന്റെ പുറത്തു കയറി ഡീമൺ മൊണാർക്ക് ബാരന്റെ എൻട്രി. ബാരനെ കണ്ടതും ഏഷ്യയിൽ ഞെട്ടി വിറയ്ക്കാൻ തുടങ്ങി. ബാരന്റെ സ്ട്രെങ്ത് സഞ്ജുവിന് നന്നായി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം താൻ ഇതുവരെ നേരിട്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായ എതിരാളിയാണ് ബാരൻ എന്ന് സഞ്ജുവിന് മനസ്സിലായി. ഇത് പറഞ്ഞു തീരുന്നതിന്റെ ഇടയിലേക്കായിരിക്കും ബാരൻ തന്റെ ക്രീച്ചേഴ്സിനെല്ലാം സമ്മൻ ചെയ്യുന്നത്. പിന്നെ സഞ്ജുങ്ങും ഒന്നും നോക്കിയില്ല, തന്റെ ഷാഡോ ആർമിയെ എല്ലാം മൊത്തം അങ്ങ് കമാൻഡ് ചെയ്ത് ഇറക്കി വിട്ടു. സഞ്ജുങ്ങിന്റെ പവർ കണ്ട് വായും പൊളിച്ചിരിക്കുകയാണ് നമ്മുടെ യശില്. ബാരനും വെറുതെ ഇരുന്നില്ല, തന്റെ ശക്തി ഉപയോഗിച്ച് ഷാഡോ ആർമിയെ മൊത്തം തീർത്തുകൊണ്ടേയിരുന്നു. തന്റെ മാജിക് പവർ കുറയുന്നത് കണ്ട സഞ്ജുങ്ങും ആക്റ്റീവ് സ്കില്ല് ഉപയോഗിച്ച് ബാരനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങി. പക്ഷെ പ്രതീക്ഷിച്ചതിലും വേഗത്തില് ബാരൻ സഞ്ജുങ്ങിന്റെ അറ്റാക്കുകളെല്ലാം തടയുകയും സഞ്ജുങ്ങിനെ നോൺ സ്റ്റോപ്പ് ലൈറ്റിങ്ങിലൂടെ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. ഫാങ്ങിന്റെയും മിഗ്രിസിന്റെയും സഹായത്തോടെ കഷ്ടിച്ചാണ് സഞ്ജുവിങ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷെ സഞ്ജുവിങ് അവിടെ നിന്ന് രക്ഷപ്പെടുമ്പോൾ ബാരന്റെ ഡ്രാഗനെ കൂടി കൊന്നിരുന്നു. അതിനാൽ പിന്നീട് ഇവര് തമ്മിലുള്ള ഫൈറ്റ് ഗ്രൗണ്ടിൽ വെച്ചായി. ഈ സമയങ്ങളിലെല്ലാം ബാരന്റെ ക്രീച്ചേഴ്സും ഷാഡോ ആർമിയും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമായിരിക്കും അവിടെ നടക്കുന്നുണ്ടാകുക. ബാരനെ തനിക്ക് ഒറ്റയ്ക്ക് നേരിടാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ സഞ്ജുവിങ്
ഫാങ്ങിനെയും ഇഗ്രിസിനെയും അയനെയും കൂടെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് ബാരനെ ഒരുമിച്ച് നേരിടുന്നത്. പക്ഷെ എന്നിട്ടും ബാരൻ സഞ്ജുവിനെ ക്രിട്ടിക്കൽ അറ്റാക്കുകളെല്ലാം തടയുന്നുണ്ടായിരുന്നു. ഒരു വേള സഞ്ജുവിനെ കയ്യിൽ കിട്ടിയെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഫാങ്ങും ഇഗ്രിസും കൂടി ബാരനെ ബ്ലോക്ക് ചെയ്ത് സഞ്ജുവിനെ അവിടെ നിന്ന് രക്ഷിക്കുന്നത്. അപ്പോഴേക്കും സഞ്ജുവിന്റെ മാജിക് പവർ എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നടക്കുന്നത് ഇവര് തമ്മിലുള്ള 1-on-1 ബ്രൂട്ടൽ ഫൈറ്റ് ആയിരിക്കും. സഞ്ജുവിങ് തന്റെ സകല ശക്തിയും ഉപയോഗിച്ച് ബാരനെ നേരിട്ടു. ഒടുവിൽ സഞ്ജുവിന്റെ കയ്യിലുള്ള വെപ്പൺസ് എല്ലാം ബാരൻ തകർത്തിട്ട് സഞ്ജുവിനെ ലോക്കാക്കി. ബാരന്റെ സ്ട്രെങ്ത് സഞ്ജുവിനെ താങ്ങാൻ പറ്റുന്നതിലും അധികമായിരുന്നു. അവനാഴിയിലെ അവസാന അടവെന്നോണം സഞ്ജുവിങ് റൂളർ ഹാൻഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത സ്ട്രെങ്ത് ഉപയോഗിച്ച് ബാരന്റെ കൈ രണ്ടും പിഴുതെടുത്തു. ഒടുവിൽ തന്റെ അവസാന അറ്റാക്ക് എന്നോണം സഞ്ജുവിങ് തന്റെ ഫിസ്റ്റ് ഉപയോഗിച്ച് ബാരന്റെ തല ഇടിച്ച് പൊളിച്ചിട്ടു. വലിയൊരു പൊട്ടിത്തെറിയോടുകൂടി ബാരൻ അവിടെ നിലം പതിച്ചു വീണു. അങ്ങനെ ഡീമൺ മൊണാർക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ സഞ്ജുവിങ്ങിനായി. ആദ്യ 2 തവണയും വന്ന് കീഴടക്കാൻ പറ്റാതിരുന്ന ഡീമൺ കാസ്റ്റില് പൂർവാധികം ശക്തിയോടുകൂടി സഞ്ജുവിങ് ഇപ്പൊ കീഴടക്കിയിരിക്കുന്നു. ഒന്നിൽ പിഴച്ചാൽ 3 എന്നാണല്ലോ. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിലായിരിക്കും ജെജു ഐലൻഡ് ആർക്കിന്റെ ആരംഭം. സഞ്ജുവിങ് റെയ്ഡ് മിഷനിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നൊക്കെ അടുത്ത എപ്പിസോഡിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിരിക്കും കാണുന്നതായിരിക്കും.